ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? ഇന്ന് നമുക്ക് ക്യാപ്സിക്കത്തിൻ്റെ ഉള്ളിൽ മസാല നിറച്ചിട്ട് ചപ്പാത്തിക്കും റൊട്ടിക്കും ഒക്കെ കഴിക്കാവുന്ന ഒരു ഡിഷ് നമുക്ക് ഉണ്ടാക്കാം. ഇതിൻ്റെ ഉള്ളിൽ നിറയ്ക്കണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉരുളൻകിഴങ്ങ് വേവിച്ചിട്ട് അത് പൊടിച്ചെടുത്ത് അതിനകത്ത് സബോള, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് എല്ലാം അരിഞ്ഞ് ഈ മസാല പൊടിച്ചതിൽ ഉപ്പ്, മഞ്ഞൾ പൊടി, മുളക് പൊടി ആവശ്യത്തിനിട്ട്, അല്ലെങ്കിൽ കുരുമുളക് പൊടി ചേർത്താലും മതി. ഇതെല്ലാം ഇട്ടിട്ട് നല്ലോണം നമ്മൾ കൈ കൊണ്ട് തന്നെ തിരുമ്പാട്ടാ. നല്ലോണം ഉരുളൻകിഴങ്ങ് കൂടിയിട്ട് ഉടച്ച് ചേർത്ത് ഉപ്പൊക്കെ പാകത്തിനിട്ട് ആയിട്ട് സൈഡിലേക്ക് മാറ്റി വെച്ച്, അത് കഴിഞ്ഞ് നമുക്ക് ക്യാപ്സിക്കം കഴുകി വൃത്തിയാക്കി അതിൻ്റെ ഉള്ളിലെ ഈ കുരു മാറ്റി ഈ ഭാഗങ്ങളൊക്കെ മാറ്റിയിട്ട് നമുക്ക് എല്ലാം തയ്യാറാക്കിയെടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ മസാല ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മസാല നമുക്ക് നിറയ്ക്കാം. ഇതെല്ലാം നിറച്ച് നല്ല ടേസ്റ്റാട്ടോ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ, നല്ല ടേസ്റ്റാണ്. മസാലയൊക്കെ നിറച്ചിട്ട് നമ്മൾ ഒത്തിരി എണ്ണയൊന്നും വേണ്ട. ഒരു 2 ടീസ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് നോൺ സ്റ്റിക്ക് പാത്രത്തിലാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും നല്ലത്. അപ്പോൾ അടിയിലൊന്നും പിടിക്കത്തില്ല. ഇതുപോലെ നിറച്ചിട്ട് നമ്മൾ എല്ലാം നമുക്ക് നിറയ്ക്കാട്ടോ. ഇതുപോലെ ഇവിടെ ഈ ഹിന്ദിക്കാരൊക്കെ മെയിനായിട്ട് ഉണ്ടാക്കുന്ന ഒരു ഫുഡാട്ടോ അത്. ഇവിടെ നോർത്ത് ഇന്ത്യൻസിനൊക്കെ ക്യാപ്സിക്കം ബറവ, സിംല മിർച്ച് എന്നാണ് ഇതിന് ഹിന്ദിയിൽ പറയുക. അതിന് ഹിന്ദിയിൽ സിംല മിർച്ച് ബർവയാണ് ഇവരുണ്ടാക്കുക. ബർവ എന്ന് പറഞ്ഞാൽ നിറയ്ക്കുക. അപ്പോൾ സിംല മിർച്ച് ബർവ ഉണ്ടാക്കും. ഇത് ഇവരുടെ ചപ്പാത്തിയുടെ കൂടെയൊക്കെ ഇവർക്ക് ഭയങ്കര ഇവരുടെ ഫേമസ് ആണിത്. ഇതെല്ലാം നിറച്ചു. ഇനി നമുക്ക് കടായി അടുപ്പത്തേക്ക് വെച്ചു, എണ്ണ ഒഴിച്ചു. 2 ടീസ്പൂണോ 3 ടീസ്പൂൺ എണ്ണ ഒഴിച്ചാൽ മാത്രം മതി. എണ്ണ ഒഴിച്ചത് ചൂടായി വരുമ്പോൾ അതിനകത്തേക്ക് നമ്മൾ ഓരോന്ന് വയ്ക്കുക. എണ്ണ നല്ലോണം ചൂടായിക്കോട്ടെ കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് കുറച്ചാൽ മതി. ഇത് ഓരോന്ന് വെച്ച് തീ കുറച്ച് വയ്ക്കുക. എല്ലാം നല്ല ഇതുപോലെ ടേസ്റ്റാട്ടോ. ഇത് ഈ മസാലയിലൊക്കെ അതിൻ്റെ ഉള്ളിൽ വരുന്നത് മൂടി വെച്ചിട്ട് നമുക്ക് സ്ലോ ഫ്ലെയിമിൽ വേവിക്കണം. അപ്പോൾ അതിങ്ങനെ ആവിയിലിരുന്ന് വേവും ചെയ്യും. അടിയിൽ നല്ല ഇങ്ങനെ മസാലയൊക്കെ ഇങ്ങനെ പിടിക്കുകയും ചെയ്യും. നല്ല ടേസ്റ്റാണ്. മൂടി വെച്ച് തീ വളരെ സ്ലോയിൽ ഇടണം കേട്ടോ. സ്ലോയിൽ ഇട്ടിട്ട് വേണം വേവാനായിട്ട്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഉരുളൻകിഴങ്ങ് വെന്ത് മസാല ഉണ്ടാക്കി കിട്ടിയിട്ടുണ്ടെങ്കിൽ തന്നെ ഉണ്ടാവും. ഇത് മറിച്ചിട്ടായിരുന്നു അത് ഞാൻ കാണിച്ചില്ല കണ്ടോ. മറിച്ചിട്ടായിരുന്നു. വീണ്ടും അതിങ്ങനെ തിരിച്ച് മറിച്ചിട്ട് നമ്മൾ എല്ലാ ഭാഗങ്ങളും ഇതുപോലെ വേവിച്ചെടുക്കുക. പാകാവാത്ത ഭാഗങ്ങളൊക്കെ നമ്മൾ മറിച്ചിട്ട് വേവിച്ചെടുക്കുക. ഇത് മസാല അതിൻ്റെ ഉള്ളിൽ ലേശം കൂടുതലായി നിറച്ചു എന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് അതിങ്ങനെ പുറത്തേക്ക് വന്നിരുന്നത് കേട്ടോ. നിങ്ങൾ നിറയ്ക്കുമ്പോൾ വെച്ചാൽ ഈ ക്യാപ്സിക്കം എടുക്കുമ്പോൾ ചെറിയ ക്യാപ്സിക്കം നോക്കി എടുക്കുക. അതിനകത്ത് കുറച്ച് മസാല നിറച്ചാൽ കേട്ടോ. നല്ല ടേസ്റ്റാട്ടോ. അടിപൊളിയാണ്. എല്ലാവരും ഉണ്ടാക്കണം. അപ്പോൾ ബൈ. എല്ലാവരും ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബും ചെയ്യണം.